നമ്മൾ മലേഷ്യയിൽ വന്നിട്ട് ഇവരുടെ മധുരമേറിയ കറികളല്ലാതെ നമുക്കൊരു മന്തി അല്ലെങ്കിൽ ഒരു അറബിക് ഫുഡ് കഴിച്ചിട്ട് ഒരുപാട് കാലങ്ങളായി. നാട്ടിലാണെങ്കിൽ ഉണ്ടല്ലോ ആഴ്ചക്ക് നമ്മൾ ഈ ഒരു ഫുഡ് കഴിച്ചിരുന്നതാണ്. മന്തി ആണെങ്കിലും അൽഫാം ആണെങ്കിലും ഷവായ. ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് അതിന്റെ മേലെ എന്തിനാണ് ഈ ഒരു ഫുൾ വീഡിയോ ഇറങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ഇരിക്കണതല്ല. അപ്പം എന്തായാലും അതിന്റെ വിശദീകരിച്ചിട്ടുള്ള ഒരു വീഡിയോ കൂടെ അങ്ങ് കണ്ടേക്ക്. എന്തായാലും നമുക്ക് മെനു കാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു മിനിറ്റിൽ പറഞ്ഞു തീർക്കാത്ത ഇതിൽ ഞാൻ പറഞ്ഞത് നമ്മളെ നാട്ടിലത്തെ ആ ഒരു ചോപ്പ് ചട്നി അതുപോലെ തന്നെ സലാഡും ഗ്രേവിയൊക്കെ നമ്മൾ നീക്കി നിർത്തുമ്പോൾ മയോനൈസിനെ ചേർത്ത് പിടിച്ച് ഒരുപാട് കഴിക്കുന്ന ടീംസാണ് നമ്മൾ. പക്ഷെ ഈ ഒരു കടയിലുണ്ടല്ലോ ആ സാധനം മയോനൈസ് ഇല്ലെങ്കിലും ഇവന്മാരൊരു സാധനം ഇവിടെ സെർവ് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നല്ല, നമ്മളൊക്കെ പകുതി മുക്കാ കടകളിൽ ഇല്ലാത്ത സംഭവം സർവീസ് എന്ന് പറയുന്നത് അവർ പക്കയായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓർഡർ ചെയ്തൊരു ഫാമിലി പ്ലാറ്റർ ആയിരുന്നു മട്ടന്റെ. നമ്മൾ ഓർഡർ ചെയ്തതിൽ മട്ടൻ മന്തി ഉണ്ടായിരുന്നു, അതുപോലെ മജ്ബൂസ് റൈസും ഉണ്ടായിരുന്നു, ചോപ്പ് ചട്നി ഉണ്ടായിരുന്നു. മയോനൈസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്റ്റാർട്ടർ ആയിട്ട് ഒരു സൂപ്പും ഐസ്ക്രീമും അതുപോലെ നമുക്ക് അറബിക് ടീയും തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ഞാൻ മന്തിയിലോട്ട് അങ്ങ് കടക്കാം. മന്തി കഴിക്കുന്നതിന് മുമ്പുണ്ടല്ല സ്റ്റാർട്ടർ ആയിട്ട് ആ സൂപ്പ് അങ്ങ് കുടിച്ചു നോക്കാം. സൂപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഒരു മട്ടൻ വേവിച്ചതിന്റെ ഒക്കെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതിൽ ചെറിയ ചെറുനാരങ്ങൊക്കെ മുറിച്ച് ഡെക്കറേഷൻ ചെയ്ത് തന്നതാന്ന് തോന്നുന്നുണ്ട്. എന്താണെന്നറിയില്ല. നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവും മട്ടനും ബീഫൊന്നും കഴിക്കാതെ ചിക്കൻ മാത്രം കഴിക്കുന്ന ഒരു ടീമിൽ. ഇതിൽ എന്തായാലും മെൻഷൻ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ഒരാൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തോട്ടാ. എങ്ങനെയൊക്കെയല്ലേ ഒരു രസം. നമ്മളങ്ങനെ സൂപ്പ് അങ്ങ് കുടിച്ചിട്ടുണ്ടല്ലോ, പരിപാടി തുടങ്ങാന്ന് വിചാരിച്ചു. പിന്നെ ഒരു കഥ പറയാനുള്ളത്, നമ്മൾ പണ്ട് ഈ ഒരു അൺലിമിറ്റഡ് മന്തി റൈസ് കൊടുക്കുമ്പോൾ ഇനിയിപ്പോൾ അതെന്നാണ് അവിടെ കേസൊക്കെ കൊടുത്തിട്ട് നിർത്തലാക്കുക. ഈ ഒരു മന്തി റൈസ് കഴിക്കുന്നതിന് മുമ്പ് സ്റ്റാർട്ടർ നല്ല കണത്തിൽ അവർ ഓരോ സാധനങ്ങൾ തരും. കാരണം പുഡിങ് കുറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ മട്ടൻ മന്തിയിലോട്ടുണ്ട്. മട്ടൻ നിങ്ങൾ തൊട്ടാ പൊടിയൊന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ. നിങ്ങൾ ഇനി കണ്ടറിഞ്ഞോ. കാരണം നമ്മളെ ചാനലുള്ളപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇനിയും ഫോളോയും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു. പിന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ടും ഫോളോ ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. എല്ലാവരും മന്തിയൊക്കെ ആസ്വദിച്ച് കഴിച്ച് പിന്നെ നമ്മൾ ഈ ഐസ്ക്രീം വന്നപ്പോഴല്ലേ കല്യാണ വീട്ടുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ അതാണ് ഓർമ്മ വന്നത്. പിന്നെ എന്തായാലും നമ്മൾ ഈ ഒരു കുനാഫയും കൂടി കഴിച്ച് നിർത്തി നിങ്ങൾ വിചാരിക്കേണ്ട. നമ്മൾ അറബിക് ടീയും കുടിച്ച് നിർത്തിയാണ്. പിന്നെ നമ്മൾ ഇനി മുതൽ എന്നും ഫുൾ എന്നല്ല നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ വീഡിയോസ് ഇടും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഓക്കെ, ബൈ.